ഗൈസ്, ചോറിനോടൊപ്പം സെർവ് ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷ് സോയ പൊട്ടാറ്റോ ഫ്രൈ കണ്ടാലോ? അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ സോയാബീൻ കുതിർത്ത് 2 തവണ കഴുകിയെടുക്കുക. വലുതാണെങ്കിൽ വളരെ ചെറുതായി കട്ട് ചെയ്യുക, ചെറുതാണെങ്കിൽ വെറുതെ നടുവൊന്ന് കട്ട് ചെയ്താൽ മതി. ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങും ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ഇവ രണ്ടും കൂടി ഒരു ബൗളിലേക്കിട്ട് ഇവ രണ്ടും തമ്മിൽ ഒന്ന് ചെറുതായി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളുടെ ആവശ്യമുണ്ട്. അതിനായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കറിവേപ്പില നമുക്ക് കുറച്ചുകൂടി കൂടുതലിടണം, കാരണം കറിവേപ്പിലയുടെ ഫ്ലേവറാണ് നമ്മളുടെ ഈ ഒരു ഡിഷിന് ടേസ്റ്റ് നൽകുന്നത്. ഇതുകൂടാതെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ജീരകം എന്നിവയെല്ലാം കൂടി കുറച്ച് അളവിലെടുത്ത് ചതച്ചിടുക. നമ്മൾ ചിക്കനിലേക്കൊക്കെ ചതച്ചിടില്ലേ, അതേപോലെ കുറഞ്ഞ അളവിൽ. ഇനി നമുക്കിതിന് ആവശ്യത്തിന് 2 ടീസ്പൂൺ മീറ്റ് മസാലയും ഇടാം. ഇതെന്നിട്ട് നമ്മൾ കൈ വെച്ചുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ ഡിഷിന് ടേസ്റ്റ് വരണമെങ്കിൽ ഈ മസാല എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ പിടിക്കണം കേട്ടോ. ഇനി ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഫ്രിഡ്ജിലായാലും മതി കേട്ടോ. ശേഷം ഒരു പാൻ എടുത്ത് അതിലോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ സോയ പൊട്ടാറ്റോ മിക്സ് എടുത്ത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പാനിലോട്ട് ഇടാവുന്നതാണ്. പാന് നല്ലതുപോലെ ചൂടായി ഒന്ന് എല്ലാവരും ഒന്ന് നോക്കണേ. ഈ മിക്സ് പാനിലോട്ട് മുഴുവനായിട്ടാലും കുഴപ്പമില്ല, കാരണം കുറേ നേരം എടുത്ത് വേവിക്കുന്നത് കൊണ്ട് എല്ലാ ഭാഗവും നല്ലതുപോലെ മുരിഞ്ഞു കിട്ടിക്കോളും. ഈ മിക്സ് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാനും മറക്കല്ലേ. എന്നിട്ട് ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ തീ മീഡിയം ഫ്ലെയിമിലും ആക്കണേ. എല്ലാ ഭാഗത്തും ഈ ഇളക്കം തട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം വീണ്ടും തുറന്ന് ഒന്നും കൂടി ഇളക്കണേ. ഇനി അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. എന്നാൽ എല്ലാ ഭാഗവും ഒരേപോലെ വേവുകയും ഫ്രൈ ആയി കിട്ടുകയും ചെയ്യൂ. ഇപ്പോൾ കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് കൊണ്ട് സാധനം മുരിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. ഇതുപോലെ കുറച്ച് നേരം കൂടി ചെയ്യുക. അങ്ങനെ 20 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് മുരിഞ്ഞ് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ടേസ്റ്റിയും അതുപോലെ ഫ്രൈയും ആയിട്ടുള്ള പൊട്ടാറ്റോ സോയ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുതേ. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.